ഹലോ കൂട്ടുകാരെ, ഇന്നൊരു മരുന്ന് കഞ്ഞിയുടെ റെസിപ്പി കേൾക്കാട്ടോ. ഇപ്പോൾ കർക്കിടക മാസമാണല്ലോ, അപ്പം മരുന്ന് കഞ്ഞി എല്ലാവർക്കും കഴിക്കുന്നത് നല്ലതാണ്. അതുണ്ടാക്കുന്ന റെസിപ്പി കാണാം. ഓക്കെ. ഹലോ കൂട്ടുകാരെ, മരുന്ന് കഞ്ഞിക്ക് വേണ്ട പച്ചമരുന്നിൻ്റെ ഇലകൾ മുക്കൂറ്റി, തഴുതാമ, തുളസി, ചെറുള, കർക്കിടകപ്പുല്ല്, ആടലോടകം, പനിക്കൂർക്ക, ബ്രഹ്മി, തൊട്ടാവാടി, തുമ്പ, അങ്ങനെ 10 കൂട്ടാണ്. എല്ലാം കിട്ടിയില്ലെങ്കിലും കിട്ടുന്നത് വെച്ചും പച്ചമരുന്ന് ഉണ്ടാക്കാം. ഇത് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്താണ് പച്ചമരുന്ന്. പിന്നെ കഞ്ഞിക്ക് വേണ്ടത് ഞവരരി, ഉലുവ, ജീരകം, ഇതെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇടണം. എന്നിട്ട് ആ പച്ചമരുന്ന് ഇടിച്ചു പിഴിഞ്ഞ നീര് ഉണ്ടല്ലോ, അത് ഈ ഈ അരിയിലേക്കിട്ട് ആവശ്യത്തിന് വേകാൻ പാകത്തിന് വെക്കണം. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു കാക്കവട്ടം എന്ന് പറഞ്ഞാൽ അതൊരു തരം വിത്താണ്. അതിൻ്റെ ഇതാണ് തേങ്ങാപ്പാൽ പോലെ ഇരിക്കും. അതും മിക്സിയിലടിച്ച് ഇട്ടു ഞാൻ. അപ്പോൾ ഉലുവയും ജീരകം ഇട്ടു, പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് ഇളക്കി കുക്കറിൽ വെച്ച് സ്റ്റീം ആക്കണം. കുക്കറിൽ വെന്ത് വരുമ്പോൾ ഇത് എടുത്ത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കും. ഒരു തേങ്ങയുടെ പാലും ഞാൻ 2 കോഴിമുട്ടയും ഇട്ടു. കോഴിമുട്ടയും കൂടെ ഇതിലേക്ക് വെട്ടിയിട്ട് നല്ലപോലെ ഒന്നുകൂടെ തിളപ്പിക്കണം. പിന്നെ ഇത് താളിക്കാനായിട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് 2 ചുവന്നുള്ളി ഇട്ട് താളിക്കണം. താളിച്ചെടുത്തത് നമ്മൾ ഈ കഞ്ഞിയിലേക്ക് ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ചൂടോടെ എല്ലാ ദിവസവും രാത്രി കുടിക്കണം. ഞങ്ങൾ രാത്രിയാണ്, ചിലരൊക്കെ രാവിലെ ആയിട്ട് പ്രഭാത ഭക്ഷണമായിട്ട് കഴിക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. 7 ദിവസമെങ്കിലും മിനിമം കഴിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ.